പെരുമ്പാവൂർ പുല്ലുവഴിയിലെ കോഴിക്കടയിൽ മോഷണം. പുലർച്ചെ 4 മണിയോടെ മോഷ്ടാവെത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 7000 രൂപയാണ് കടയിൽ നിന്ന് മോഷണം പോയത്. പെരുമ്പാവൂർ കണ്ടന്തറ സ്വദേശി സിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിക്കട. 7000 രൂപ നഷ്ടപ്പെട്ടു എന്നാണ് സ്ഥാപന ഉടമ പറയുന്നത്. മുൻവശം ഗ്രില്ല് തുറന്ന് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് മേശയിൽ കിടന്ന പണമാണ് കവർന്നത്. ഈ സമയം സ്ഥാപനത്തിനുള്ളിൽ ഒരു തൊഴിലാളി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഇയാളുടെ തലയണയ്ക്ക് അടിയിൽ താക്കോല് തപ്പിയ ശേഷമാണ് പ്രതി മേശയിൽ നിന്ന് പണമെടുത്തത്. അതിനുശേഷം വന്ന വഴിയെ തന്നെ തിരികെ പോവുകയും ചെയ്തു. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. സ്ഥാപന ഉടമ പോലീസിൽ പരാതി നൽകി. ഇതിനു മുൻപും ഇതേ സ്ഥാപനത്തിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. 24 കൊച്ചി. പോലീസ് ഇനി രാത്രി 10-ന് കാണാം. ലൈവ് ഫ്രം ട്രബിൾ സ്പോട്ടുമായി TK റിജിത് ചേരും. നന്ദി. You are watching 24 from News Headquarters, Kochi. ചരിത്ര നിമിഷം കാത്ത് കേരളത്തിലെ വിശ്വാസി സമൂഹം. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കൂവക്കാടിനെ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തും. ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി 8:30 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും, കാരണം മിഷൻ ലീഗ് അങ്ങനെ സംഘടനകളിൽ വളരെ സജീവമായിരുന്നു. പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് CSMൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഒട്ടും ഒന്നിനോട് ഇങ്ങനെ മടുപ്പ് പറയുന്നൊരു സ്വഭാവമല്ല. ഇന്ത്യയെ പ്രതിനിധീകരിച്ച 7-അംഗ സംഘവും സ്ഥാനാരോഹണത്തിന്റെ സമഗ്ര കവറേജുമായി 24. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിൽ സമ്പൂർണ്ണ അവ്യക്തതയെന്ന് ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവിഷൻ ബെഞ്ച്. അക്കൗണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപ എന്ത് ചെയ്തെന്ന് കോടതി. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും പരാമർശം. കണക്കുകളിൽ അവ്യക്തതയില്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും റവന്യൂ മന്ത്രി. വീണ്ടും വിവാദ പ്രസ്താവനയുമായി CPIM നേതാവ് MM മണി. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്നും പരാമർശം. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുകയില്ല. പലരെയും അടിക്കാൻ നേരിട്ടിറങ്ങിയിട്ടുണ്ടെന്നും MM മണി. വിവാദ പരാമർശം ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ ഇന്ന് തീരുമാനമില്ല. വിവരാവകാശ കമ്മീഷൻ തീരുമാനം മാറ്റിയത് ഉത്തരവ് പറയുന്നതിന് തൊട്ടു മുൻപ് ലഭിച്ച പരാതി കണക്കിലെടുത്ത്. സർക്കാർ ഒഴിവാക്കിയ 5 പേജുകളും 11 ഖണ്ഡികകളും പുറത്തുവിടണമെന്ന അപ്പീലിൽ തീരുമാനം വൈകിയേക്കും. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ADMK നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിൽ പരിക്കുകളോ മുറിവുകളോ ഇല്ല. പറഞ്ഞ ഉടനെ യാത്രയിലായിരുന്നു. ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ശേഷമാണ് നമ്മൾക്കുമായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചാർട്ട് എടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ. പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കളക്ടർ അനുവദിച്ചില്ല എന്ന് ബന്ധു. ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ കുടുംബത്തെ അറിയിച്ചില്ലെന്നും ആരോപണം. വൈദ്യുതി നിരക്ക് വർധനയിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ അദാനിയെ കൊണ്ടുവരാനുള്ള നീക്കമെന്ന് രമേശ് ചെന്നിത്തല. ദീർഘകാല കരാർ റദ്ദാക്കിയത് അദാനിക്ക് വേണ്ടി. വേണ്ടിയാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. ദീർഘകാല കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ എന്ന വാദവുമായി വൈദ്യുതി മന്ത്രി. പിൻവലിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭമെന്ന് VD സതീശൻ. 24 എക്സ്ക്ലൂസീവ്.
മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ കെ ഗോപാലകൃഷ്ണൻ IAS സംരക്ഷിക്കാൻ നീക്കം. ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി വ്യാജ പരാതി നൽകിയെന്ന പോലീസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കി. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ചേർത്ത സംഭവത്തെപ്പറ്റിയും പരാമർശമില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24-ന്. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ യുവതിയുടെ മരണത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണവുമായി കുടുംബം. മകളുടേത് കൊലപാതകമെന്ന് പിതാവ്. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പം അവളെ ദേഹത്തൊക്കെ മുറിവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. പാലോട് പോർട്ടേഷനിൽ എഴുതി വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോളെ റാക്കറ്റായ ആ മനുഷ്യൻ കൊന്നുകളഞ്ഞു. ഇന്ദുജയ്ക്ക് ജാതി അധിക്ഷേപം നേരിട്ടെന്നും കുടുംബം. നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത് പോലീസ് കസ്റ്റഡിയിൽ. But Travis Head, a few words as he departs, and the crowd respond in kind. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് 157 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ആതിഥേയർ ആദ്യ ഇന്നിംഗ്സിൽ 337 റൺസിന് പുറത്ത്. ട്രാവിസ് ഹെഡിന് സെഞ്ചുറി, ബുംറയ്ക്കും സിറാജിനും 4 വിക്കറ്റ്. ലൈവ് ഫ്രം ട്രിബിൾ സ്പോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈദ്യുതി നിരക്ക് വർധനയിൽ അദാനി ബന്ധം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വളരെ വില കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് അതിൻ്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 7500 കോടി രൂപയുടെ അധിക ഭാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതിൻ്റെ പിന്നിൽ CPM ആണ്, ഇതിൻ്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെൻറ്റാണ്. നിരക്ക് വർധനയിൽ സഹകരിക്കണമെന്നാണ് ഉപഭോക്താക്കളോട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധനവ് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനമുള്ളൂ. ആ 70% മേടിക്കുമ്പോൾ ചിലവ് എത്ര വലുതാണ്? പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ 5 റുപ്യ തൊട്ട് 15 റുപ്യ വരെ ചില സമയത്ത് വരും. പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടും. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനാണ് 10 പൈസ അവർക്ക് ഇളവ് കൊടുത്തത്. അതേപോലെ 50 യൂണിറ്റ് വരെ ഫ്രീ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ 200 യൂണിറ്റ് വരെയുള്ള ആളുകൾക്കും ഒഴിവാക്കിയിട്ടില്ല. അതിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് കമ്മിയാക്കിയും കൊടുക്കും. നമുക്ക് പർച്ചേസ് ഇപ്പോൾ എല്ലാവരുടെയും പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് കമ്മിയാക്കി കൊടുക്കാനും തയ്യാറാകണം. ഇത് മേടിക്കാൻ ആരും സമ്മതിക്കില്ല. മേടിക്കാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് തടസ്സം പറയല്ലേ. ഹൈഡൽ പ്രോജക്റ്റ് തുടങ്ങാൻ പരിസ്ഥിതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുകയാണ്. അതേസമയം നിരക്ക് വർധന താങ്ങാനാകില്ല എന്ന് ജനം പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദി, നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ സംഘടനകളുടെ ചില പ്രതിഷേധവും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഇന്നൊരു പുതിയ ആരോപണം അദാനി ബന്ധവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. അത് രമേശ് ചെന്നിത്തലയുടെ മാത്രം ആരോപണമല്ല, പിന്നീട് PD സതീശനും അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നത് കണ്ടു. എങ്ങനെയാണ് ഈ ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നത്? അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളെ എങ്ങനെ കാണണം ഷഫീദ്? വൈദ്യുതി നിരക്ക് കൂട്ടിയത് സ്വാഭാവികമാണെന്ന് പറയാൻ കഴിയില്ല. 2023 ഒക്ടോബർ മാസം 24 തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. റിജിത്ത്, നമുക്കറിയാം സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 30%, 70% നമ്മൾ പുറത്തു നിന്ന് എടുക്കുകയാണ് പതിവ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി 2015 മുതൽ 2040 വരെ ഒരു ദീർഘകാല കരാർ 3 കമ്പനികളുമായി നമ്മൾ ഏർപ്പെട്ടിരുന്നു. അതിൽ പ്രകാരം
₹4.26 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് 2020 മുതൽ മറ്റൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. അത് ഈ ദീർഘകാല കരാർ റദ്ദാക്കി പകരം ഒരു ഹ്രസ്വകാല കരാർ തുടങ്ങി. ആ ഹ്രസ്വകാല കരാറിൽ ₹8 മുതൽ ₹12 വരെ ഈടാക്കിയുള്ള കരാറായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഴിമതി സംശയിച്ചിരുന്നു. മാത്രമല്ല അത് സംസ്ഥാനത്ത് വൈദ്യുതി ഇനത്തിൽ വലിയ ബാധ്യത അത് ഉപഭോക്താക്കൾക്കുണ്ടാകും എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളും അവർ അന്നേ ആരോപിച്ചതായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് ഇപ്പോൾ ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിക്കുന്നത് ദീർഘകാല കരാർ, അതായത് സംസ്ഥാനത്തിന് ലാഭകരമായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കി ഹ്രസ്വകാല കരാറിലേക്ക് പോകാൻ എന്തായിരുന്നു കാരണം? രണ്ടാമത്തേതാകട്ടെ ഈ കമ്പനികൾക്ക് ഒരു തരത്തിൽ, അതായത് ദീർഘകാല കരാറിലുണ്ടായിരുന്ന കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാക്കാൻ, മറ്റെവിടെയെങ്കിലും വൈദ്യുതി കൊടുത്ത് വലിയ ലാഭമുണ്ടാക്കാൻ എന്തുകൊണ്ട് ആ കരാർ അവസാനിപ്പിച്ചു? ഹ്രസ്വകാല കരാർ കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ നേട്ടമെന്ത്? ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഈ ചിത്രത്തിലേക്ക്, അതായത് സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി വാങ്ങൽ ചിത്രത്തിലേക്ക് അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ CPM-ന്റെ ഒരു നീക്കം ഈ വിഷയത്തിൽ നടക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം 2016 ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പുവെച്ച ദീർഘകാല കരാർ റദ്ദാക്കി. മാത്രമല്ല കുറഞ്ഞ തുകയ്ക്ക് ദീർഘകാലത്തേക്ക് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കി ഹ്രസ്വകാല കരാറിൽ ഒപ്പുവെക്കുകയും പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ നിയമസഭയിലേക്ക് ഈ വിഷയം വന്നപ്പോൾ ഹ്രസ്വകാല കരാർ സംസ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും ദീർഘകാല കരാർ പുനഃസ്ഥാപിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിഷയം വീണ്ടും കോടതി കയറുകയും കോടതിയിൽ കമ്പനികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാവുകയും ചെയ്തു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് സഹായം ഉണ്ടായിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളിൽ നിന്നും സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ CPIM പ്രതിരോധം തീർക്കുന്നത്. ഈ വിവാദമുയർന്നു നിൽക്കുന്ന, സജീവ ചർച്ചയായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതിരോധം എങ്ങനെ? ഇന്ന് വൈദ്യുതി മന്ത്രിയുടേതായി കണ്ട പ്രതികരണം, അത് അദ്ദേഹം പതിവായി ആവർത്തിക്കുന്ന, സ്ഥിരമായി പറയുന്ന നിരക്ക് വർധന അനിവാര്യമാണ് എന്ന മറുപടിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രതിരോധം സർക്കാരിൽ നിന്നുണ്ടാവുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഉപഭോക്താക്കൾ സഹകരിക്കണം എന്നുള്ളതായിരുന്നു വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഇന്നത്തെ പ്രതികരണം. പക്ഷേ അപ്പോഴും ഈ വൈദ്യുതി നിരക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി അത് സർക്കാർ പറയുന്നില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘകാല കരാർ അവസാനിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷനാണ് ആദ്യം നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വാദം. പക്ഷേ ഈ ഒരൊറ്റ വാദത്തിൽ സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം മൾട്ടി ഇയർ താരിഫാണ്. നമുക്കറിയാം ആദ്യം 16 പൈസയാണെങ്കിൽ പിന്നീട് അടുത്ത വർഷം 12 പൈസ, അങ്ങനെ 28 പൈസയുടെ വർധനവ് യൂണിറ്റിന് ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യം ഉപഭോക്താക്കൾക്ക് മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കലാണ്. ആ വിഷയത്തിലും CPM-ഓ സർക്കാരോ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. നിലവിൽ KSEB നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി അത് മറികടക്കാൻ വൈദ്യുതി നിരക്ക് വർധനയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതേസമയം സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾ ഒഴിവാക്കി എന്നുള്ള ഒരൊറ്റ ന്യായീകരണമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഉള്ളത്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും വലിയ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്നത്. അദാനിക്ക് വേണ്ടിയാണ് ഈ നിരക്ക് വർധന എന്നടക്കമുള്ള ഗുരുതരാക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. ഒപ്പം തന്നെ നിരക്ക് വർധനയിൽ പ്രത്യക്ഷ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. നിരക്ക് വർധന പിൻവലിച്ചില്ല എങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നമ്മൾ കേട്ടു.